കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ കാൽനട വാഹനയാത്രികർക്ക് അപകടഭീതി പരത്തി അലഞ്ഞു തിരിഞ്ഞ് കന്നുകാലികൾ. നിരവധി പരാതികൾ ഉയർന്നതോടെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമസ്ഥരിൽ നിന്നും പിഴ ഈടാക്കി പ്രശ്നപരിഹാരം കാണുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം പാഴാവുന്നതായി ആക്ഷേപം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന 2 കന്നുകാലികളെ വാഹനമിടിച്ച് ചത്തതിലൂടെ ഇവയെ മറവ് ചെയ്തതിലൂടെ പഞ്ചായത്തിന് നഷ്ടമായത് 8000 രൂപയാണ്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ ശല്യത്താൽ കാൽനട വാഹനയാത്രികർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന പരാതികൾക്ക് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത് കാൽനട വാഹന യാത്രികരാണ്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെയായി നടപടികളുണ്ടാവാത്തത് വ്യാപക പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ദേശീയപാതയിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന കന്നുകാലികളിൽ 2 കന്നുകാലികളെ വാഹനമിടിച്ചതിലൂടെ ഇവ ചത്തുകിടന്നിരുന്നു. ചത്ത കന്നുകാലികളെ മറവ് ചെയ്യുന്നതിനായി പഞ്ചായത്തിന് ചിലവായത് 8000 രൂപയോളമാണ്. നിരന്തര പരാതികൾക്കൊടുവിൽ ശബരിമല മണ്ഡലകാല സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രശ്നപരിഹാരത്തിനായി അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമയിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഈ തീരുമാനം കടലാസിൽ ഒതുങ്ങുക മാത്രമാണുണ്ടായത്. കൂടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനായുള്ള സ്ഥലസൗകര്യമൊരുക്കി ഇവിടെ പൗണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന തീരുമാനവും പാഴായി മാറിയതുമായാണ് ആക്ഷേപമുയരുന്നത്. ദേശീയപാതയിലൂടെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമ വരാത്ത പക്ഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവയെ ലേലം ചെയ്ത തുക പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തണമെന്ന് പീരുമേട് താലൂക്ക് വികസന സമിതിയിൽ നിന്നും കർശന നിർദ്ദേശമുണ്ടായിരുന്നിട്ടുകൂടി ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.